നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഓണാശംസകൾ. മനസ്സിലും മുറ്റത്തും പൂക്കളം തീർത്ത് മലയാളികൾക്കിന്ന് പൊന്നോണം. തിരുവോണ ദിനത്തിൽ ആഘോഷത്തിന്റെ നിറവിലാണ് നാടും നഗരവും. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നാണ്. പക്ഷേ കാർമേഘങ്ങൾ നിറഞ്ഞ തണുത്ത പുലരിയിലേക്കാണ് ഇത്തവണ തിരുവോണ ദിനത്തിൽ മലയാളികൾ കണ്ണു തുറന്നത്. മഴയാണെങ്കിൽ എന്ത്, ഓണമല്ലേ? ആഘോഷത്തിന്റെ പൊലിവ് ഒട്ടും കുറയില്ല. അത്തം മുതൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ പാരമ്യത്തിലേക്ക് എത്തുകയാണെന്ന്. കാലമെത്ര മാറിയാലും ഓണാഘോഷത്തിന്റെ ശീലങ്ങൾ മാറ്റാനൊക്കുമോ? കള്ളവും ചതിയുമില്ലാത്തൊരു ഭൂതകാലത്തിലേക്കുള്ള മലയാളികളുടെ ഗൃഹാതുരിത യാത്ര കൂടിയാണ് ഓണം. ഓണക്കോടിയെടുത്ത് പൂക്കളമൊരുക്കിയാൽ പിന്നെ അടുക്കളയിൽ സദ്യവട്ടങ്ങളുടെ തിരക്കാണ്. രുചിഭേദങ്ങളുടെ കലവറ തീർക്കുന്ന സദ്യ തൂഷനിലയിൽ തന്നെ വിളമ്പുന്നത് ഒരു ചടങ്ങാണ്. വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേക ചിട്ടവട്ടങ്ങളുമുണ്ട്. അറ്റുപോകാതെ തലമുറകൾ കൈമാറി വരുന്ന ഓണക്കളികളും ആഘോഷത്തിന് നിറം പകരുന്നു. ഓണം കേവലം ഓർമ്മകളുടെ ആഘോഷം മാത്രമല്ല, സ്നേഹവും കരുണയും സാഹോദര്യവും എല്ലാ ദിവസവും കാത്തു സൂക്ഷിക്കണമെന്ന തിരിച്ചറിവ് കൂടിയാണ്. നല്ല ഭൂമിയും നല്ല വായുവും മതിൽക്കെട്ടുകളില്ലാത്ത മനസ്സുകളും ഉള്ളവനോടുള്ള കരുതലും പങ്കുവെക്കലും ഉൾപ്പെടെ മലയാളികളുടെ എക്കാലത്തേക്കുമുള്ള മടങ്ങിവരവും തീർത്ഥാടനവുമാണ് തിരുവോണം. സങ്കടങ്ങളും ദുരിതങ്ങളുമില്ലാത്ത സാഹോദര്യത്തിന്റെ 1000 തിരുവോണങ്ങൾ പുലരട്ടെ എന്ന പ്രതീക്ഷയോടെ എല്ലാ CCTV പ്രേക്ഷകർക്കും ഓണാശംസകൾ. കാലാതീതമായ ദർശനങ്ങളിലൂടെ വഴികാട്ടിയ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ 1500-ാം ജന്മവാർഷിക ദിനമാണെന്ന സവിശേഷതയുമുണ്ട് ഇക്കുറി. പ്രവാചക പ്രേമത്തിന്റെ ഇശലുകൾ നാടാകെ പരന്നൊഴുകുന്ന പുണ്യദിനം. ലാളിത്യവും നീതിബോധവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. റബിയുൽ അവൽ 1 മുതൽ തന്നെ മിക്ക പള്ളികളിലും വിപുലമായ മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത്. പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ചാണ് മീലാദാഘോഷം. സമസ്ത EK വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള സുന്നി മഹൽ ഫെഡറേഷൻ 3 മാസം നീളുന്ന മീലാദ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ തിരുവസന്തം 1500 എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിനുണ്ട്. 13-ന് രാജ്യാന്തര മീലാദ് സമ്മേളനവും കോഴിക്കോട് നടത്തും. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നബിദിനാഘോഷങ്ങൾ താലൂക്ക് തലങ്ങളിലാണ് നടക്കുന്നത്. റബിയുൽ അവൽ മാസം അവസാനിക്കുന്നതുവരെ കേരളത്തിൽ വിവിധ മുസ്ലിം സംഘടനകളുടെ മീലാദ് പരിപാടികൾ തുടരും. പൊന്നോണവും മീലാദും ഒന്നിച്ചെത്തിയ ദിനത്തിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി ക്ഷേത്രഭരണ സമിതി ഒറ്റപ്പിലാവിൽ നടന്ന നബിദിന റാലിയെ പാലട പ്രഥമനടക്കം വിളമ്പിയാണ് പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്ര കമ്മിറ്റി സ്വീകരിച്ചത്. ഒറ്റപ്പിലാവ് മഹലും നൂറുൽ സലാം മദ്രസ വിദ്യാർത്ഥികളും ചേർന്നു നടത്തിയ നബിദിന സന്ദേശ റാലിക്ക് പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്ര കവാടത്തിലാണ് ക്ഷേത്ര ഭരണസമിതിയും ദേശവിളക്ക് കമ്മിറ്റിയും ചേർന്ന് ഊഷ്മളമായ സ്വീകരണം നൽകിയത്. തക്ബീർ വിളികളും കോൽക്കളിയും ദഫ്മുട്ടുമായി അണിനിരുന്ന നബിദിന സന്ദേശ റാലിയെ പാലട പ്രഥമനും മിഠായികളും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചത് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യ സ്നേഹത്തിന്റെയും മാതൃകയായി. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി KV ചന്ദ്രദാസൻ, ട്രഷറർ ഐനിക്കൽ വിശ്വനാഥൻ, ദേശവിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ അജീഷ്, ചന്ദ്രദാസൻ, വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. സ്വീകരണത്തിന് മഹല്ല് പ്രസിഡന്റ് നാലകത്ത് NA ഉസ്മാൻ, സെക്രട്ടറി VA ജബ്ബാർ, കമ്മിറ്റി അംഗങ്ങളായ PM മുഹമ്മദ് അലി, BA നസീർ, VA ഹുസൈൻ, C ഷെരീഫ്, KH ലത്തീഫ് എന്നിവർ നന്ദി രേഖപ്പെടുത്തി. പൊതിയഞ്ചേരിക്കാവ് ദേശവിളക്കിന്റെ താലം വരവിന് ഒറ്റപ്പിലാവ് പള്ളിക്ക് മുൻപിൽ ശീതളപാനീയങ്ങളും ലഘുഭക്ഷണവും നൽകി ഊഷ്മളമായ സ്വീകരണമാണ് വർഷങ്ങളായി മഹല്ല് ഭാരവാഹികൾ നൽകി വരുന്നത്. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ തിരുവോണം പഴമയും പുതുമയും ചേർത്ത് ആഘോഷിക്കുന്ന തിരക്കിലാണ് ലോകമെങ്ങും മലയാളികൾ. വിവിധ കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്.
ചിറമനേങ്ങാട് സുവിധം ഫൗണ്ടേഷനിലെ എല്ലാ അംഗങ്ങൾക്കും പെൻഷൻ വിതരണവും ഓണപ്പുടവയും ഓണസദ്യയും നൽകി. സുവിധം പ്രസിഡന്റ് മുരളി പാതിരക്കാട്, വൈസ് പ്രസിഡന്റ് കെ ഷാജൻ, സെക്രട്ടറി മുൻ പോസ്റ്റ് മാസ്റ്റർ ഗോപി, ജോയിന്റ് സെക്രട്ടറി സുഭാഷ് കോഴിപ്പറമ്പിൽ, ഖജാൻജി ഷാജി വലിയറ, വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടത്തുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മദ്രാസ് ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ പിലക്സിനോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തി. ഫാദർ ജോൺ ഐസക് സന്നിധനായിരുന്നു. കുർബാനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ധ്യാനയോഗത്തിലും ഒട്ടേറെ വിശ്വാസികൾ പങ്കാളികളായി. ഇടവകയുടെ സൺഡേ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഫ്രണ്ട്സ് ഇൻ ഫെയ്ത്തിന്റെ ലോഗോ പ്രകാശനം തിരുമേനി നിർവഹിച്ചു. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, കൈസ്ഥാനി CI റജി, സെക്രട്ടറി KS ബെന്നി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. എരുമപ്പെട്ടി മദ്രസത്ത് നൂറാനിയയിൽ മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ് പതാക ഉയർത്തി. ത്വഹ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് മുഹസിൻ ഹാഷിമി പ്രാർത്ഥന നടത്തി. മഹല്ല് ഖത്തീബ് അത്തീഖുർ റഹ്മാൻ ബാഖവി റാലി ഉദ്ഘാടനം ചെയ്തു. ദഫ് സ്കൗട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം മസ്ജിദിൽ റാലിക്ക് സ്വീകരണം നൽകി. മധുര വിതരണം നടന്നു. ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് സുഹരി നെന്മാറ, പ്രസിഡന്റ് KP ഷൗക്കത്തലി, സെക്രട്ടറി KV ഹൈദർ തുടങ്ങി കമ്മിറ്റി ഭാരവാഹികൾ സ്വീകരണത്തിന് നേതൃത്വം നൽകി. റാലി എരുമപ്പെട്ടി മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ സമാപിച്ചു. തുടർന്ന് നേർച്ചഭക്ഷണ വിതരണം നടന്നു. മഹല്ല് സെക്രട്ടറി MM നിഷാദ്, ഭാരവാഹികളായ കബീർ മിലാനോ, MM ഇല്യാസ്, PS ഷാക്കിർ, സദർ മുഹമ്മദ് കുഞ്ഞി ദാരിമി, അസിസ്റ്റന്റ് മുഹമ്മദ് ബാഖവി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ CLCയുടെ നേതൃത്വത്തിൽ മദർ തെരേസ അനുസ്മരണ ദിനം ആചരിച്ചു. പ്രൊമോട്ടർ ഫാദർ ജോമോൻ മുരിങ്ങത്തേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സീനിയർ CLC പ്രസിഡന്റ് AJ സജി, അലക്സ് വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു. ദിവ്യബലി അർപ്പണവും നടന്നു. മദർ തെരേസയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ഇടവക അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. പന്നിത്തടം മഹല്ല് സ്വാഗത സംഘം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും കലാപരിപാടികളും നടത്തി. മഹല്ലിന് കീഴിലുള്ള വിവിധ മസ്ജിദ് മദ്രസ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നബിദിനാഘോഷം സംഘടിപ്പിച്ചത്. പന്നിത്തടം ജുമാ മസ്ജിദിൽ നിന്ന് ആരംഭിച്ച റാലി വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് മസ്ജിദിൽ സമാപിച്ചു. ദഫ് സ്കൗട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. വിവിധ സംഘടനകൾ റാലിയെ സ്വീകരിച്ച് മധുരം വിതരണം ചെയ്തു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകനൂർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ സിംല ഹസൻ അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ അബൂബക്കർ പുരളിയിൽ, ജനറൽ കൺവീനർ മുഹമ്മദ് അലി ലത്തീഫി, വർക്കിംഗ് കൺവീനർ SP ഉമ്മർ മുസ്ലിയാർ, കോർഡിനേറ്റർ VS അബൂബക്കർ, റാലി കൺവീനർ സത്താർ നീണ്ടൂർ, ട്രഷറർ ഉസ്മാൻ ഹാജി, യാസിർ നിസാമി, ഖജ ഹുസൈൻ അഷ്റഫി, ഹാരിസ് സഅദി, ഇബ്രാഹിം മുസ്ലിയാർ, ഷാഹിദ് ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമം. കുന്നംകുളം മിഷൻ റോഡ് പനക്കൽ ചുമ്മാർ മകൻ സൈമൺ കുഞ്ഞ് നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3:30 ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. പരേതയായ ക്ഷേമ മാത്യു ഭാര്യയാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.